ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സമയത്തും ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ കൃപ ചെയ്ത് അനുഗ്രഹിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ചത് 16-ാം സങ്കീർത്തനമാണ്. ഇന്ന് നാം പലപ്പോഴും സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ അടുത്ത ചിന്തയ്ക്കായിട്ട് അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ദൈവ ശബ്ദത്തിനു വേണ്ടി നാം കാതോർക്കുവാനിടയാകണം. അതിനുവേണ്ടി സമയം ചെലവഴിച്ചാലും, അതിനുവേണ്ടി അല്പം കാലതാമസം വന്നെന്ന് പറഞ്ഞാലും ദൈവ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്ക് അനുഗ്രഹമാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ശരിയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസം നമുക്കുണ്ട്. ഞാൻ വിശ്വാസത്തോടെ അത് ചെയ്തു, വിശ്വാസത്തോടെ ഇത് ചെയ്തു, ശരിയാണ്. പക്ഷെ അതിനോട് ഒരുമിച്ച് ഒരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയാകണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അവരുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം പറഞ്ഞപ്പോൾ അത് അനുസരിപ്പാനിടയായി. ഇപ്പൊ വിശ്വാസം മാത്രം പോലെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ചുവട് വെച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ എത്തണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിശ്വാസവും അനുസരണവും കൂടി അനുസരണവും കൂടി ആവശ്യമാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചു, ശരിയാ. അബ്രഹാമിനോട് പറയുകയാണ്, നീ നിന്റെ ചാർച്ചക്കാരെ, പിതൃഭവനത്തെ, ദേശക്കാരെ, ആ വാക്യം നോക്കിയ 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളിലാണ് ആ സ്പെഷ്യൽ ഒരു ദൈവത്തിന്റെ അരുളപ്പാട് അവരെ ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, നീ നിന്റെ ദേശക്കാരെ, ചാർച്ചക്കാരെ, പിതൃഭവനക്കാരെ വിട്ടു പുറപ്പെടണം. ഇത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഇത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു വിഷയമല്ല. കാരണം ഞാൻ പലപ്പോഴും പല വ്യക്തികളോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവർ പറഞ്ഞ നാട്ടിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാരമ്പര്യം ഒന്നും വിട്ടുവരുവാൻ എനിക്ക് ഒരുക്കമല്ല. കാരണം എന്നെ നോക്കുന്ന അനേകരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന അനേകരുണ്ട്. അവരിൽ നിന്നല്ല, നീ പറഞ്ഞതെല്ലാം സത്യമാ, ശരിയാ, പക്ഷേ ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ പാരമ്പര്യം വിട്ടുവരുവാൻ ഞാൻ ഒരുക്കമല്ല. അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ നാം വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം വലുതാക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അബ്രഹാമിനോട് പറയുക, നീ നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ ദേശക്കാരെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം എന്ന് പറഞ്ഞാൽ അവന്റെ മുൻപിൽ വാല്യൂ ആക്കി വെച്ച സകലതും വിട്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് അനുസരിപ്പാനിടയായി. ഹല്ലേലൂയ. ആ അനുസരണത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ് ആണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അതൊരു കണ്ടീഷനാണ്. എന്താണെന്നറിയാമോ? വിട്ടു വന്ന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇന്ന് ഈ സമയം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് വിട്ടു പോന്നാൽ, ഹല്ലേലൂയ, ചിലത് തരാമെന്ന്. എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷണൽ ആയിട്ടുള്ള ദൈവിക ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്തത് പറയുക, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വിട്ടുപോരേണ്ടതിനെ വിട്ടുപോരുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ഈ കണ്ടീഷണൽ ആയിട്ടുള്ള നിയമം നിന്റെ ജീവിതത്തിൽ വരുത്തിയേ. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയുക, വിട്ടുവരണം. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, വിശ്വാസം വേണം, 2, അനുസരണം വേണം. 12-ാം അധ്യായത്തിലാണ് നമുക്ക് അബ്രഹാം അവിടെ നിന്ന് യാത്ര തിരിച്ച കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബ്രഹാം യാത്ര തിരിക്കുവാൻ സാധനങ്ങൾ ക്രമീകരിച്ചു. തന്റെ കൂടെ പോരേണ്ട പ്രിയപ്പെട്ടവരൊക്കെ അബ്രഹാമിന്റെ കൂടെ വരുവാൻ അബ്രഹാം തീരുമാനിച്ച വ്യക്തികളൊക്കെ
അബ്രഹാമിന്റെ കൂടെ വരുവാൻ യോഗ്യരായി കൂടെ പോകുന്നു. പക്ഷെ ഒരുവന്റെ പേര് അവിടെ എടുത്തു പറഞ്ഞിട്ട് ആരുടെ പേരാണെന്നറിയാമോ? ലോത്തും അവനോട് കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ വിളിച്ചിട്ടുണ്ടാകില്ല, ദൈവശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ അബ്രഹാം പോലും ഒരു പക്ഷേ അബ്രഹാമിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനായിരിക്കും ഈ ഒരു പക്ഷേ ഈ ലോകത്തിൽ. അല്ലല്ല, അബ്രഹാം പോന്നപ്പോൾ എന്ത് ചെയ്തു? താനും കൂടെ പോരുന്നെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ടവരെ തനിക്കുള്ളതിനെ എല്ലാം കൂടെ കൂട്ടി അബ്രഹാമിനെ കൂടെ പോരുക. അല്ലല്ല, എന്ന വേൽക്കാലം ഞാൻ പറഞ്ഞേ, കൂടെ പോന്നിട്ട് കാര്യമില്ലേ? അല്ലല്ല, കൂടെ പോരുന്നവരും ദൈവശബ്ദം കേൾക്കുന്നവരായി തീരണം. കൂടെ പോരുന്നവരും ദൈവത്തിന്റെ ആ ആലോചന കേൾപ്പാൻ റെഡിയായിട്ടുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ കൂടെ കൂടുന്നതും നിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം സെപ്പറേറ്റ് ആണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നത് ദൈവശബ്ദം കേൾക്കാത്തവരാണെങ്കിൽ കേൾക്കേണ്ടതിന് ഒരുക്കപ്പെട്ടവരെന്നർത്ഥം. അവിടെ പറയുന്ന 16 സങ്കീർത്തനത്തിൽ പറയുകയാണ്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന യഹോവ എന്ന് പറഞ്ഞാൽ അവൻ ദൈനംദിന ഒരു കണക്ഷൻ ഉണ്ട്, ദൈവമായിട്ടൊരു ബന്ധമുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സെപ്പറേഷനാണ്. ഈ സെപ്പറേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്തത് 13-ന്റെ 8-ാം വാക്യം വായിച്ചിട്ട്, അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ള. രണ്ടുപേരുടെ കാഴ്ചപ്പാട് വ്യത്യാസമുള്ളതേ, അതുകൊണ്ടാ ഒരുമിച്ച് പോകത്തില്ലെന്ന് പറയുന്നത്. രണ്ടുപേരുടെയും നോട്ടം വ്യത്യാസമുണ്ട്. അബ്രഹാം നോക്കുമ്പോൾ അതുപോലെയുള്ള നോട്ടമല്ല ലോത്തിന്റെ നോട്ടം. ലോത്തിനോട് പറയുകയാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, നമ്മൾ നല്ല കാര്യമാണ് അബ്രഹാം പറയുന്നത്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ വഴക്ക് പിടിക്കേണ്ടവരല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം, നമുക്ക് പിരിയാം, നീ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നീ തെരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ നോട്ടം വ്യത്യാസമുള്ളതായിരുന്നു. അവൻ നീരോട്ടമുള്ളതും എങ്ങനെയുള്ള സ്ഥലം തെരഞ്ഞെടുത്തേ? യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളത്. ആ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതും എന്ന് കണ്ടിട്ട് ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ആകുവാൻ പറ്റിയ സ്ഥലം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതാണല്ലേ, ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോ നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ വിത്ത് അവർ ഓൺ നോളേജ്, നമ്മുടെ സ്വയമായ ചിന്തയിൽ നമ്മൾ പറയും, ഓ ഈ സ്ഥലം കൊള്ളാം. Are you here, going to hear, or are you waiting to hear the voice of the Lord? നമ്മൾ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ? ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവശബ്ദം, ദൈവമേ ഇത് എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണോ എന്ന് പലപ്പോഴും, ഓ നല്ല സ്ഥലം, അവിടെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, ഏറ്റവും ബെസ്റ്റ് ചോയ്സ്, എനിക്കത് അവിടെയാണ് ലഭിക്കേണ്ടത് എന്ന് നാം തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് നല്ല സാക്ഷ്യം പറയാറുണ്ട്. ഓ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവനെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം ദൈവഹിത പ്രകാരമുള്ള തീരുമാനമാണോ? ദൈവഹിത പ്രകാരമുള്ള തീരുമാനത്തിന് പ്രകാരം ശൂന്യമായ മരുഭൂമിയിലാണെങ്കിലും ദൈവത്തിനെ നടത്തും. ദൈവം പറഞ്ഞ ആലോചന പ്രകാരം നീ പോയതെങ്കിൽ ഒന്നുമില്ലാത്ത സ്ഥലത്തും നിന്റെ ജീവിതത്തിൽ ഒരു സീഡിട്ടാൽ, അവിടെ ആ പറമ്പിൽ ഒരു സീഡിട്ടാൽ അവിടെ നിന്നും ദൈവത്തിന് മുളപ്പിക്കുവാൻ കഴിയുമെന്നേ. കാരണം നീ പോയത് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമാണ്. നീ ചുവട് വെച്ചത് ദൈവഹിതത്തിനൊത്തവണ്ണമാണ്. അതുകൊണ്ടാ അബ്രഹാമിന്റെ കൂടെ നടന്ന ലോത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. 13-ന്റെ 14-ാം വാക്യം,
ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, നോക്ക്, ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞ വാക്യങ്ങൾ വളരെ സ്പഷ്ടമാട്ടോ. ഇതിന്റെ ഈ സെപ്പറേഷന്റെ കാര്യം നിങ്ങൾ അറിയണം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യാൻ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അതുവരെ അബ്രഹാമിനോട് സംസാരിച്ചിട്ട് കാണില്ല. 12-ാം അധ്യായത്തിൽ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതാ. പക്ഷേ അവനെ ഇറങ്ങി തിരിച്ചപ്പോൾ ചിലതും കൂടെ പോന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവശബ്ദം കേൾക്കാത്തവൻ കൂടെ പോന്നപ്പോൾ, ഹല്ലേലൂയ, ദൈവം അവനോട് സംസാരിച്ചില്ല. പക്ഷേ അവനിൽ നിന്നും ലോത്ത് മാറിപ്പോയപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്യാൻ എന്താ പറഞ്ഞ? യഹോവ വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞ എന്തുവാ? തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ശാശ്വതമായി എന്ന് പറഞ്ഞാൽ for a certain time of period അല്ല, അവൻ നിനക്ക് അവകാശമായി, നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും എന്നുള്ളത് ദൈവം വെളിപ്പെട്ടു. ഈ സമയം അബ്രഹാമിന് കുഞ്ഞുങ്ങളുണ്ടായോ? ഇല്ല. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാം അതിൽ വിശ്വസിപ്പാനിടയായി. 15-ാം അധ്യായത്തിൽ വന്നപ്പോഴും അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. പക്ഷെ 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ യഹോവ അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നിട്ട് പറയാ, നീ ആകാശത്തിലേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. എന്ന് പറയാ, നിന്റെ സന്തതിയും ഇങ്ങനെയാണ്. അവൻ ഒരു പ്രതീക്ഷയും അവരുടെ ഉദരത്തിൽ പോലുമില്ല. അവരുടെ ചിന്തയിൽ ഇപ്പോൾ അവൻ ലഭിക്കുമോ എന്ന ഒരു സംശയത്തിന്റെ ധ്വനി മുഴങ്ങി കിടക്കുമ്പോഴാണ് യഹോവ അവരെ അവൻ ഉറപ്പിക്കുന്നത്. ഞാൻ നിന്റെ സന്തതിയെ കടൽക്കരയിലെ മണൽ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്നുള്ള ആ ദൈവികമായ ആലോചന അവർ കേൾപ്പാൻ ഇടയായി. ഹല്ലേലൂയ. ചിലരോട് വ്യക്തമായി പറയുകയാണോ? ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? വെയിറ്റ് patiently. Hallelujah. ദൈവത്തിനു വേണ്ടി, ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ കാതോർത്ത് നിൽക്കുക. ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്നുവെങ്കിൽ your waiting time is not a wasted time. Hallelujah. ദൈവ ശബ്ദത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്നുവെങ്കിൽ നീ ചെലവിട്ടതായ മാസങ്ങൾ വർഷങ്ങളൊന്നും വേസ്റ്റ് അല്ല. അതിനെ ദൈവം അവൻ ഫലമാക്കി പൂർത്തീകരിച്ചു. അതിൽ നിന്റെ ജീവിതത്തിൽ നീ ഈ കാലം അത്രയും നേടാമെന്ന് പറഞ്ഞ സകലത്തിന്മേലും ദൈവം നിനക്ക് കണക്കു പ്രകാരം അതിന്റെ ദൈവം മറുപടി മാനിപ്പാനിടയാണ്. അതുകൊണ്ട് ആ വെയിറ്റിംഗ് ടൈമിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കാം, പ്രതികൂലമായിരിക്കാം, പ്രയാസമായിരിക്കാം. ഇതെല്ലാം വരും ആ വെയിറ്റിംഗ് ടൈമില്. പക്ഷേ ദൈവം അരുളി ചെയ്തത് നിവർത്തീകരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഹല്ലേലൂയ, നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു നായകൻ. നിന്നെ നോക്കി ദുഷിച്ചവര്, നിന്ദിച്ചവര് എല്ലാവരുടെ മുൻപിൽ ഒരു മാന്യത തന്നിട്ട് പറയുക, അവൻ ദൈവം മാനിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാ മാനിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം മാനിച്ചാൽ ഞാൻ ഇങ്ങനെയാ മാനിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, നീ ദേശത്തിന്റെ ദേശത്തിൽ നടുകെ കുറുകെ നടന്നോളാൻ. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? അന്നുകൊണ്ട് അബ്രഹാം നടക്കാൻ തുടങ്ങിയതാണ്. എന്തുകൊണ്ടാണ് നടക്കാൻ തുടങ്ങിയെന്ന് അറിയാമോ? What is the reason behind that? കൂടാരം മാറി മാറി അടിച്ചിട്ട് നടക്കാൻ തുടങ്ങിയെന്ന് അറിയാമോ? അവൻ നടക്കുന്ന ഓരോ ചുവടുവെപ്പും അവൻ ഒരു പക്ഷെ പറയുന്നുണ്ടായിരിക്കാം, ഇത് എനിക്ക് വാഗ്ദത്തമായി ദൈവം തരാൻ പോകുന്ന ദേശമാണ്. കാരണം അരുളി ചെയ്ത ആരാന്നറിയാമോ? സകലത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവായ ദൈവമാണ്. ശൂന്യ
ശൂന്യതയിൽ നിന്ന് പോലും നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവികമായ കൃപ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയെ കണ്ടു. അമ്മച്ചി പറയുക, ഹല്ലേലൂയ, ഞാനൊരു പേഗൻ വർഷിപ്പറാണ്, ഹല്ലേലൂയ, ഞാനൊരു ബിംബാരാധ്യ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഒരു ബെനിഫിറ്റ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഒരു നന്മയും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു, വചനം പറയുക, ഹല്ലേലൂയ, അതിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനൊരു ഏത്യസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കാത്തവനാ ഞാൻ സയൻസിലാണ് വിശ്വസിക്കുന്നത്. എന്നോട് പറയാ. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, സയൻസിൽ ശൂന്യതയിൽ നിന്നും എന്തെങ്കിലും ചെയ്യാൻ സയൻസിന് പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് വരെ സാധിക്കത്തില്ലെന്നേ, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാക്കുവാൻ സയൻസിന് കഴിയത്തില്ല. ഇന്ന് സയൻസിന് കഴിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സെൽസ് വേണം, ഓർഗൻസ് വേണം, എന്തെങ്കിലും അതിന്റേതായ നിലവാരത്തിൽ അതിനെ പ്രോഗ്രസ് ചെയ്യുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സയൻസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്റെ ദൈവം പറയുക, ഞാൻ ശൂന്യതയിൽ നിന്ന്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ആ ശൂന്യതയുടെ നടുവിൽ നമുക്ക് വേണ്ടി അരുളി ചെയ്യുന്ന ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് വേണ്ടി ഇറങ്ങി വരും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ 14-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വിക്ടറിയുടെ, ഹല്ലേലൂയ, ഒരു ജയത്തിന്റെ ധ്വനി അല്ലെങ്കിൽ ജയത്തിന്റെ അധ്യായം എന്ന് അതിനെ വിളിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, സെപ്പറേഷൻ സംഭവിച്ചു. പിന്നീട് 14-ാം അധ്യായത്തിൽ ദൈവം വിളിച്ചവന് എതിരായിട്ട് രാജാക്കന്മാർ കൂട്ടം കൂടിയിട്ട് അവനെതിരെ യുദ്ധത്തിന് വരികയാണ്. ഹല്ലേലൂയ. ദൈവമായതിലെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ പ്രതിസന്ധി വരും നിശ്ചയം. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാമിനെ കുറിച്ച് അവിടെ പറയുകയാണ്, അവൻ അവരെ എല്ലാം ജയിച്ചടക്കുവാനിടയായി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നവന്റെ ജീവിതത്തിൽ മാത്രമേ, ഹല്ലേലൂയ, ജയമുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്തിരുന്നാൽ നിന്റെ ജീവിതത്തിൽ ജയം ദൈവം കൽപ്പിച്ചു തരും. ഒരിക്കൽ ദാവീദ് കരഞ്ഞു പോയി. എന്താണെന്നറിയാമോ? താനൊരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഇതാ തനിക്കുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ എല്ലാം കൊണ്ട് വേറൊരു രാജാവ് പോയി. ഹല്ലേലൂയ. താൻ സ്നേഹിച്ച തന്റെ കുടുംബാംഗങ്ങളെ പോലും എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. ദാവീദ് സ്വരമില്ലാതെ കരഞ്ഞു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പക്ഷേ ദൈവത്തോട് ചോദിച്ചു, ഞാൻ അവയെ പിന്തുടരണമോ? എനിക്കത് കിട്ടുമോ? ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയത്, എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് ദാവീദ് ദൈവസന്നിധി മുഴങ്കാലിൽ നിലനിന്നിട്ട് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഞാൻ പിന്തുടരണമോ? എനിക്ക് അവരെ കിട്ടുമോ? ദൈവം പറഞ്ഞു, പോയിക്കോ, നീ പിന്തുടരെ. ഹല്ലേലൂയ. ദാവീദ് പോയി. ദൈവശബ്ദം കേട്ടുകൊണ്ട് ദാവീദ് പോയി. ദാവീദ് ഒന്നുപോലും നഷ്ടം വരുത്താതെ സകലതും മടക്കി കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആമേൻ. Wait for the Lord's voice. ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. It is tough. പ്രയാസമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. എലീശ ചോദിച്ച ഒരു കാര്യം ഏലിയ പറയുക, നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. ആമേൻ. ഏലിയാവിനറിയാം പ്രയാസമുള്ള കാര്യമാണ്. ദൈവത്തിന് അത് ഫുൾഫിൽ ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ കർത്തവ്യമായിരുന്നു. ഏലീശയ്ക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുവാൻ ഏലിയാവിനോട് കൂടെ ഏലീശ നടക്കുവാനിടയാണ്. രണ്ടുപേരും കോൾ സ്വീകരിച്ച പ്രിയപ്പെട്ടതാണോ? ഞാൻ അബ്രഹാമിന്റെ ലോകത്തിന്റെ കാര്യം പറഞ്ഞു, ഒരുവന് വിളിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടുപേരും വിളി അറിഞ്ഞ് കടന്നു വന്നവരാ. ഏലിയാവാണ് ഏലീശയെ വിളിക്കുന്നത്. പുതപ്പിട്ടപ്പോ തന്നെ അവന്റെ കോൾ അവന് മനസ്സിലായിട്ട് ഏലിയാവിന്റെ പിന്നാലെ പോയി. ഹല്ലേലൂയ. ഏലിയ പറയുന്നത്
നിന്റെ ദൈവത്താണ്, ഞാൻ നിന്നെ വിട്ടു പിരിയത്തില്ല. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയാമോ? വിളി നടക്കുക. ഹല്ലേലൂയ. ആ വിളിയുള്ളവൻ അവൻ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടപ്പോഴും ചുഴലിക്കാറ്റിൽ ഏലിയാവ് മുകളിലേക്ക് പോയപ്പോഴും പുതപ്പ് പോകാൻ വലിയ താമസമുണ്ടോ? പക്ഷെ ആ പുതപ്പിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ആ പുതപ്പ് ഏലീശയുടെ മേൽ വീഴണം. ഹല്ലേലൂയ. ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ സ്വർഗ്ഗോന്നതങ്ങളിലേക്ക്, ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടപ്പോഴും ഹല്ലേലൂയ വിളി പ്രാപിച്ച ദൈവം അനോയിന്റ് ചെയ്ത ദൈവം കൽപ്പിച്ചവൻ അവന്റെ അടുക്കൽ ആ പുതപ്പ് വന്ന് വീണിട്ട് അവനാണ് അതുകൊണ്ട് ചെങ്കടന്റെ അടുക്കൽ ചെന്നിട്ട് അതിനെ വീശിട്ട് പറയാ, അവൻ ഏലിയാവിന്റെ ദൈവം എവിടെ? ചുറ്റി എഴുതി ഇറങ്ങിയപ്പോൾ ഇതാ അവൻ മുൻപിൽ ആ പാത, വെള്ളത്തിന്റെ നടുവിൽ കൂടെ അവൻ പാത തെളിയുവാനിടയായി. കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വേണോ? Wait patiently for God's voice. ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചു പറക്കും. അവർ ഉന്നതങ്ങളിലെ സഞ്ചരിപ്പാനിടയാകും. എന്തിനാണെന്നറിയാമോ? If you wait, എന്ന് പലപ്പോഴും വെയിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പാടാം. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അപ്പം തന്നെ വേണം. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ if you wait for the Lord's voice, ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നിരാശരായി പോകത്തില്ല. നിന്നെ നിരാശപ്പെടുത്താനല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവത്തിന് വേണ്ടി ശ്രദ്ധയോടെ നിൽക്കാനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് നന്മയായി തീരണം, അനുഗ്രഹമായി തീരണം, ദൈവ സ്നേഹം അത്ഭുതമായി തീരണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അബ്രഹാം തനിക്ക് കിട്ടിയതായ സകല നന്മയുടെയും ഓഹരിയായി മൽക്കീസേദെക്കിന്റെ മുൻപിൽ കൂടെ കാഴ്ചവെക്കുകയാണ്. പ്രമാണം പോലും ലഭിച്ചിട്ടില്ല, ന്യായപ്രമാണം ലഭിച്ചിട്ടില്ല. അതിനു മുൻപേ തന്നെ ദൈവഹിതം എന്തെന്ന് അറിഞ്ഞിട്ട് മൽക്കീസേദെക്കിന്റെ മുൻപിൽ അവൻ ഓഹരി കൊണ്ട വ്യക്തിയാണ്. രാജാവ് അവന്റെ മുൻപിൽ ഓഹരി കൊണ്ട വ്യക്തിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അബ്രഹാമിന് പറയുവാൻ ഒന്നേ ഉണ്ടാകുള്ളൂ, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചെങ്കിൽ എനിക്കും ദൈവത്തിന് വേണ്ടി നൽകപ്പെടണം. അതിനുവേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ വായിക്കുകയാണ്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു എന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. ആരെല്ലാം എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കിയെന്ന് പറഞ്ഞാലും, എന്നെ ആഴിയുടെ ആഴങ്ങളിൽ കൊണ്ട് ഇടുമെന്ന് പറഞ്ഞാലും, തീച്ചൂളയുടെ നടുവിൽ ഇടുമെന്ന് പറഞ്ഞാലും, if God is with me, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കുലുങ്ങി പോകത്തില്ല. അതാണ് യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. യോസഫ് പോകാത്ത മേഖലകളില്ലായിരുന്നു. അവൻ തന്നെ വിലയ്ക്ക് വിറ്റ് ദാസനായി വിറ്റതാ. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ കിടന്നു. അവൻ അടിമയായി കൊണ്ടുപോയി. അടിമയായി കൊണ്ടുപോകുമ്പോ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാവുന്നറിയാമോ? അത് കഴിഞ്ഞ് പോത്തിഫറിന്റെ വീട്ടിലേക്ക് വിൽക്കുവാനായിട്ടിടയായി. പക്ഷേ സകല സ്ഥലത്തും നാം വായിക്കുന്ന ഒറ്റ പദേ ഉള്ളൂ, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എവിടെയൊക്കെ നീ സഞ്ചരിച്ചാലും നിന്നോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അവിടെ അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നിർഭയമായി വസിക്കും. അടുത്ത പറയുകയാണ്,
നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴിയാ നീ എന്നെ കാണിച്ചു തരുന്നത്. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. In your right hand there are pleasures forever. Hallelujah. കാലം കേൾപ്പിക്കപ്പെട്ട വചനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവ ശബ്ദത്തിൽ കാതോർത്ത് wait patiently. ദൈവത്തിന് വേണ്ടി കാതോർത്ത്, ദൈവം അരുളി ചെയ്യുന്നതിന് വേണ്ടി കാതോർത്ത്, സമയത്തു വരെ കാത്തിരിച്ച് ദൈവത്തിന്റെ ജീവിതത്തിൽ നന്മ ചെയ്യുവാനിടയാണ്. അത് കേട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകത്തുള്ളൂ. ദൈവത്തിന്റെ ആ സ്നേഹം നമ്മുടെ മേൽ കാണിക്കേണ്ടതിനാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. ഇതുവരെ നീ ആശ്രയിച്ചത് മറ്റു പലതിനെയാണ്. ആരാധന കടന്നു വരുന്നുണ്ട്, ആരാധനയായിരിക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. പക്ഷേ ആശ്രയം പലപ്പോഴും നാം മാറ്റി കൊണ്ടുപോയിട്ടില്ലേ? ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുക, എന്ന് മുതൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. എന്നെ കൈവിടാത്ത ഒരുവൻ എന്നോട് കൂടെയുണ്ട്. എന്റെ ഏത് പ്രതിസന്ധികളിലും എന്നെ നടത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ക്രമത്തിനെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ